തെരഞ്ഞെടുപ്പോടുകൂടി കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം മാറും. അതിൻ്റെ ഭൂപടത്തിൻ്റെ സ്വഭാവമാകെ മാറുകയാണ്. ബി.ജെ.പി ഒരു നിർണായക ശക്തിയാകും. ആര് ഭരിക്കണം, എങ്ങനെ ഭരിക്കണം എന്നുള്ളതിലേക്കൊക്കെ വലിയ തോതിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു പാർട്ടിയായിട്ട് ബി.ജെ.പി മാറുകയല്ലേ? അല്ല, പലതുകൊണ്ടും ഈ തെരഞ്ഞെടുപ്പ് ഒരു ചരിത്ര സംഭവം തന്നെയാണ്. കാരണം ഇതോടുകൂടി ഈ 140 സീറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എന്ന ചിത്രം മാറിയിട്ട് 210 സീറ്റിലേക്കെത്തി, 209 സീറ്റിലേക്കെത്തേന്. 209 എന്നാണ് ഞാൻ ഒരു കണക്കിൽ കണ്ടത്. കാരണം ഈ നമ്മുടെ ഇത് മണ്ഡലങ്ങളെല്ലാം പുനർനിർണയം നടത്തി കൂട്ടാൻ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലായിടത്തും കൂടുന്നുണ്ട്. പാർലമെൻറ്റിലേക്ക് 29 വരും. ഇപ്പോൾ 20 ഉള്ളത്, 29 വരും. അപ്പോൾ 2027 അത് പൂർത്തീകരിക്കുന്നത്. അതിൻ്റെ ബില്ലൊക്കെ അവതരിപ്പിച്ച് അത് പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇതിൽ നിന്ന് മാറി വേറൊരു തരത്തിലുള്ള തെരഞ്ഞെടുപ്പാണ്. അത് കൂടാതെ എന്ന് വെച്ചാൽ അതിനകത്ത് 30% സീറ്റ്, 33% സീറ്റ് സ്ത്രീകൾക്ക് സംവരണം ചെയ്യപ്പെടുകയാണ്. 1/3 സീറ്റ്. ആ 1/3 സീറ്റ് സംവരണം ചെയ്യപ്പെട്ട് വരുമ്പോഴേക്കും 140 സീറ്റ് പുരുഷവർഗത്തിന് കിട്ടുമ്പോൾ 70 സീറ്റ് സ്ത്രീകൾക്ക് കിട്ടുകയാണ്. അങ്ങനെ 70 സീറ്റുകളിലേക്ക് സ്ത്രീകൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലെത്തുകയാണ്. അപ്പോൾ ഈ 140ൻ്റെയും സ്ത്രീകൾക്ക് സംവരണമില്ലാതിരിക്കുകയും നാമമാത്രമായിട്ട് മാത്രം സ്ത്രീകൾ ഫീൽഡ് ചെയ്യപ്പെടുകയും ചെയ്യുന്നൊരു അന്തരീക്ഷം ഉണ്ടല്ലോ, ആ അന്തരീക്ഷം മാറിയിടുന്ന എൻ്റെ ഒരർത്ഥം. അപ്പോൾ പിന്നെ ഇത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് പലതും വേറൊരു കാര്യവും കൂടിയുണ്ട്. ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു ശൈഥല്യവും കൂടി ഈ തെരഞ്ഞെടുപ്പോടു കൂടി പൂർണ്ണമാകും. കാരണം ഇന്ത്യ സഖ്യത്തിൻ്റെ ശൈഥല്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ഇവർ ബായ് എന്നൊക്കെ പറഞ്ഞ് നിന്ന് രാഹുൽ ഗാന്ധിയും പിണറായി വിജയനും കൂടി കൈപിടിച്ച് പൊക്കി ജയ് വിളിച്ചിരുന്നതാണ്. പക്ഷെ പെട്ടെന്ന് അത് മാറി. രാഹുൽ കാര്യപ്രാപ്തി ഇല്ലാത്തവനും കാര്യവിവരമില്ലാത്തവനും ഇറസ്പോൺസിബിളുമാണ് എന്ന് പറഞ്ഞത് പിണറായി വിജയനാണ്. അത് ഇന്ത്യ സഖ്യത്തിലെ ഘടകകക്ഷി തന്നെ പറയുന്നു, അവരുടെ കക്ഷിയുടെ നേതാവായിട്ട്, ആ ഘടകത്തിൻ്റെ നേതാവായിട്ടിരിക്കുന്ന കക്ഷി ഈ കാര്യത്തിന് കൊള്ളുന്നവനല്ല എന്ന് പറയുന്ന ആദ്യത്തെ സംഭവമാണ്. ഇതിനു മുമ്പൊന്നും അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഇയാളാണ് നേതൃത്വം കൊടുക്കുന്നത്. അങ്ങനെ നേതൃത്വം കൊടുക്കേണ്ടി വരുന്ന നേതാവ് അവനൊക്കെ കാശിന് കൊള്ളില്ല എന്ന് അത് പറയുന്നു. എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഒരു ഇന്ത്യ സഖ്യം മുന്നേറണമെന്നുണ്ടെങ്കിൽ CPM കാശിന് കൊള്ളില്ല എന്ന് പറഞ്ഞ ഒരുത്തൻ്റെ നേതൃത്വത്തിൽ CPMന് പോകാൻ പറ്റുമോ? പോകാൻ പറ്റില്ല. കാരണം ഇത് ബേബിക്ക് ആ അഭിപ്രായമില്ല. ബേബി സോണിയാഗാന്ധിയുടെ വിശ്വസ്തനാണ്, പിണറായിയുടെ വിശ്വസ്തനല്ല. ഒരു ഇവാഞ്ചലിസ്റ്റ് സ്നേഹമുണ്ട് അവർക്ക്. അല്ല, അത് ഒരു സോണിയാഗാന്ധിയുടെ വിശ്വസ്തനാണ് ബേബി. കാരണം ബേബി എപ്പോഴും ഇന്ന് വരെ ബേബി പിണറായിയെക്കുറിച്ചൊരു നല്ല വാക്ക് പറഞ്ഞിട്ടില്ല. പക്ഷേ സോണിയാഗാന്ധിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് 100 നാക്കാണുള്ളത്. അദ്ദേഹം പ്രശംസ കൊണ്ട് പൊതിയാണ് അവർക്ക് വേണ്ടി. അപ്പോൾ അങ്ങനെ ഉണ്ട്. അതിൻ്റെ പേരിൽ ബേബി ശ്രമിച്ചാലും ഇവിടെ അത് നടക്കില്ല. അപ്പോൾ അതിൻ്റെ ഒരു ശൈഥല്യം വരുന്നു. അപ്പോൾ ഇവർ ഇങ്ങനെ പിന്നെ അത് കൂടാതെ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഒരു അവസാന ലാപ്പിലേക്ക് കോൺഗ്രസും എത്തുകയാണ്. ചരിത്രം മാറുന്നു എന്നുള്ളതിൻ്റെ ഇത് ഞാൻ പറഞ്ഞതാണ്. കാരണം ഇനി പഴയ രീതിയിൽ കോൺഗ്രസ്സിന് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും എന്ന് ഞാൻ കരുതുന്നേയില്ല. പിന്നെ മൂന്നാമത്തേതെന്ന് വെച്ചാൽ കേരളത്തിലെ ഏറ്റവും വലിയൊരു രാഷ്ട്രീയ ശക്തിയായിട്ട് ക്രമേണ വളർന്നു വരുന്ന BJP ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 25%-ലധികം വോട്ട് പിടിക്കും. ബാക്കി 75% വോട്ട് വെച്ചിട്ട് വേണം ഈ എല്ലാ കക്ഷികളും കൂടി പങ്കുവച്ചെടുക്കാനായിട്ട്. 25% വോട്ട് BJPക്ക് കിട്ടും എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ. അതാണ് ഇതിനകത്ത് തെരഞ്ഞെടുപ്പിലെ വേറൊരു പ്രധാനപ്പെട്ട പ്രത്യേകത. അത് സംഭവിക്കുന്നതോടുകൂടി രാഷ്ട്രീയ ചിത്രം മാറും എന്ന കാര്യത്തിൽ പിന്നെ നമുക്ക് സംശയിക്കേണ്ടി വരില്ല. അത് പിന്നെ മാറി പോവുക തന്നെ ചെയ്യും. അപ്പോൾ ഈ സാഹചര്യം നോക്കുന്ന സമയത്ത് ഇപ്പോൾ UDF ക്യാമ്പയിൻ ചെയ്യണത് എന്തിൻ്റെ പുറത്താണ്? UDFന് ഒരു ഓൾട്ടർനേറ്റീവ് ഇല്ല. UDFൻ്റെ നിങ്ങൾ മൊത്തം എടുത്ത് നോക്കാൻ ഒരു ഓൾട്ടർനേറ്റീവ് ഉണ്ട? ഇല്ല. ഇവർ 500 കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ 1000 തരാമെന്ന് പറയുന്നു. അവരെത്ര പറഞ്ഞു അതിലും കൂടുതൽ ഞങ്ങൾ തരാമെന്നാണ് പറയുന്നത്. ഒരു കച്ചവടത്തിൻ്റെ മനോഭാവത്തോടു കൂടിയിട്ടാണ് അത് ചെയ്യുന്നത്.
അതെ. അതല്ലാതെ ഇടതുപക്ഷം മുന്നോട്ട് വച്ചിരിക്കുന്നതിനേക്കാൾ വ്യത്യസ്തമായി ഞങ്ങൾക്ക് ഒരു പദ്ധതി ഉണ്ട് എന്ന് പറയാൻ അവർക്ക് കഴിയുന്നില്ല. ഇവർ ആകെ ഇവരെ ലക്ഷ്യമാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ വേറൊന്നും സംഭവിക്കും. എന്താണ് ആ സംഭവം? അവിടെ സംഭവിക്കാവുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മറ്റേ എന്താണ് ഈ ആൻറ്റി ഇൻകംബൻസി ഉണ്ടാകും. ആ ആൻറ്റി ഇൻകംബൻസി ഞങ്ങളെ സഹായിക്കുമെന്നാണ് എല്ലാ കോൺഗ്രസ് നേതാക്കളും പറയണത്. കെ സി വേണുഗോപാൽ പറയുന്ന ആൻറ്റി ഇൻകംബൻസി ഉണ്ടെന്ന് പറയുന്നു. വി ഡി സതീശൻ പറയുന്ന ആൻറ്റി ഇൻകംബൻസി വളരെ കൂടുതലാണെന്ന് പറയുന്നു. രമേശ് ചെന്നിത്തല പറയുന്ന ആൻറ്റി ഇൻകംബൻസിയേ ഉള്ളു എന്ന് പറയുന്നു. അപ്പോൾ ഇതുവരെ ഭരിച്ച ഒരു സർക്കാരിൻ്റെ ഭരണ വൈകല്യത്തിൻ്റെ പേരിൽ ഞങ്ങൾക്ക് അവർ വോട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. ഇവരുടെ മെച്ചത്തിൻ്റെ പേരിൽ ഞങ്ങൾക്ക് വോട്ട് ചെയ്യുമെന്ന് പറയുന്നില്ല. ഇതുവരെ ഭരിച്ച ഒരു ഭരണക്കാരിൽ നിന്നും വ്യത്യസ്തമായി ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അത് ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നു, അതിന് വോട്ട് ചെയ്യുമെന്നല്ല പറയുന്നത്. അവർ 2000 തന്നാൽ ഞങ്ങൾ 3000 തരാം എന്നാണ് പറയുന്നത്. അവർ 500 രൂപ തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ 1000 രൂപ തരാമെന്നാണ് പറയുന്നത്. അവർ ഇന്ന മെഡിക്കൽ ഇൻഷുറൻസ് തന്നാൽ ഞങ്ങൾ ഇന്ന വേറൊരു മെഡിക്കൽ ഇൻഷുറൻസ് തരാമെന്നാണ് പറയുന്നത്. അപ്പോൾ അവർ പറയുന്നതിനേക്കാൾ കൂട്ടിക്കൂട്ടി പറഞ്ഞു പോവുക എന്നല്ലാതെ അവരിൽ നിന്നും വ്യത്യസ്തമായ ഒരു അജണ്ട വെക്കാൻ ഇവർക്ക് കഴിയുന്നില്ല. അപ്പോൾ സത്യത്തിൽ UDF ചെയ്യുന്നത് LDFിൻ്റെ അജണ്ടയെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവിടെയാണ് BJPയുടെ പ്രസക്തി. BJP അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഞങ്ങൾക്ക് നിങ്ങൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ളൊരു പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിയും എന്നാണ് BJP പറയുന്നത്. അപ്പോൾ ഒരു മാറ്റം യഥാർത്ഥത്തിൽ സജസ്റ്റ് ചെയ്യുന്നത് BJP മാത്രമാണ്, വേറെ ആരോ ചെയ്യുന്നില്ല. ഇത് LDFന് എന്ത് പറഞ്ഞുവോ അത് കൂട്ടിക്കൂട്ടി പറയും, ലേലം വിളിയാണ്. അവർ 2000 കൊടുക്കുമെന്ന് പറഞ്ഞു, ഞങ്ങൾ 3000 തരുമെന്ന് പറഞ്ഞു. എവിടെ നിന്നെടുത്ത് കൊടുക്കുമെന്നുള്ളതിനെക്കുറിച്ച് ആരും കൺസേൺഡ് അല്ല, ഒറ്റ ആൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല. ഞങ്ങൾ 25 ലക്ഷം രൂപ മെഡിക്കൽ ഇൻഷുറൻസ് എന്താ മറ്റേ ഉമ്മൻചാണ്ടിയുടെ പേര് കൂടി വെറുതെ വലിച്ചഴച്ച് നാറ്റിക്കാൻ ശ്രമിക്കുകയാണ്. പിന്നെ ബസ്സിൽ ഫ്രീ സ്ത്രീകൾക്ക്, പിന്നെ സ്ത്രീകൾക്ക് ബസ്സിൽ സൗജന്യ യാത്ര, അതാണ് ഇതിൻ്റെ ഒരു റേഞ്ച്. ഇനി അതിൻ്റെ ഒരു മുഖ്യമന്ത്രി ഇവിടെ രേവന്ത് റെഡ്ഡി അല്ലേ, അയാൾ വന്നിട്ട് എന്താ ചെയ്തത്? അയാൾ വന്നിട്ട് 3-ാംകിട സിനിമയിലെ 4-ാംകിട സംഭാഷണം ഒരു തെരുവ് റൗഡി പറയുന്ന രീതിയിൽ പറയുകയാണ്. ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷേ പിന്നെ അതിനേക്കാൾ നന്നായിട്ട് പ്രതികരിക്കാൻ നമ്മുടെ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അതിനകത്ത് പ്രശ്നം. കാരണം ഡാഷ് മോനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം എന്താണെന്ന് വെച്ചേക്കുന്നത്. അപ്പം അയാൾ പറഞ്ഞത് നിൻ്റെ കാലം കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. ഈ രേവന്ത് റെഡ്ഡി കാലനാണ്, ഒരുത്തൻ്റെ കാലം കഴിഞ്ഞു എന്ന് പറയാനായിട്ട്. ഞാൻ പറയുന്നത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണിയുടെ ഒരു പതനമാണ് ഞാൻ ഈ പറയുന്നത്. കാരണം ഒരു തെരഞ്ഞെടുപ്പിൽ വന്നിട്ട് ആ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുക്കുന്ന നമുക്കിഷ്ടമല്ലാത്ത ഒരാളാണെങ്കിൽ അയാളുടെ കാലം കഴിഞ്ഞു, പോ മോനെ വിജയ നിൻ്റെ കാലം അവസാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഒരുത്തൻ്റെ കാലം കഴിഞ്ഞു എന്ന് പറയാൻ ഈ ലോകത്ത് അധികാരമുള്ളത് ഈ ലോകത്ത് ആകെ അധികാരമുള്ളത് കാലന് മാത്രമാണ്. അപ്പോൾ ഇപ്പോൾ കാലൻ്റെ പണിയാണ് ആരേറ്റെടുത്തിരിക്കുന്നത്? രേവന്ത് റെഡ്ഡി ഏറ്റെടുത്തിരിക്കുന്നത്. അതൊക്കെ ഒരു നമ്മൾ ഈ ചരിത്രം നിങ്ങൾ പറഞ്ഞപ്പോഴാണ് വലിയ ചരിത്ര സംഭവം തന്നെയാണത്. കാരണം ഇന്ന് വരെ ആരും ഒരു മുഖ്യമന്ത്രിയും കേരളത്തിൽ വന്നിട്ട് ഇവിടുത്തെ മുഖ്യമന്ത്രിയെ ഇങ്ങനെ പറഞ്ഞിട്ടില്ല. ഒരു കേരളത്തിലെ മുഖ്യമന്ത്രിയും അവനെ ഡാഷ് മോനെ എന്ന് വിളിച്ചിട്ട് അശ്ലീലം പറഞ്ഞ് അഭിസംബോധന ചെയ്തിട്ടില്ല. അപ്പോൾ ഇതാണ് ഈ രണ്ട് പാർട്ടികളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഇവരുടെ ഒരു നിലവാരം നമ്മൾ കാണുകയാണ്, ഒരു സാംസ്കാരിക നിലവാരം കാണുകയാണ്. ആ സാംസ്കാരിക നിലവാരം അവർ പറയുന്ന മറുപടി തെറിക്കുത്തരം മുറിപ്പത്തൽ എന്നാണ്. അപ്പം നീ എന്നെ തെറി പറഞ്ഞാൽ ഞാൻ നിന്നെ 4 തെറി പറയുമെന്നാണ്. തെറി കൊണ്ട് നേരിടുകയാണ്. രേവന്ത് റെഡ്ഡിയും പിണറായി വിജയനും തെറി കൊണ്ട് നേരിട്ട് നമ്മുടെ ഭാഷയെയും സംസ്കാരത്തെയും ജീവിതത്തെയും മലീമസമാക്കിക്കൊണ്ടിരിക്കുകയാണ്, ദുഷിച്ച് നാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് എന്താണെന്ന് വെച്ചാൽ ഇടതുപക്ഷത്തിന് എന്താണോ നയം, ആ ഇടതുപക്ഷത്തിൻ്റെ നയം തന്നെ എടുത്തുകൊണ്ടാണ് വലതുപക്ഷവും നിൽക്കുന്നത്. ആ 2 നയങ്ങളും പരാജയപ്പെട്ടു എന്നുള്ളതിൻ്റെ തെളിവാണ് കേരളം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയ കടക്കണിയും കേരളത്തിലുള്ള വികസനമില്ലായ്മയും. ഇവരാരും തന്നെ കേരളത്തിലെ കുട്ടികൾക്ക് കേരളത്തിൽ പഠിക്കാനും അവർക്ക് വളരാനുമുള്ളൊരു സൗകര്യം ഒരുക്കുമെന്ന് പറയുന്നില്ല.
അതെ. അത് പറയുന്നില്ല. അവർ കർണാടകയിലും ആന്ധ്രയിലും ഒക്കെ പോയി പഠിക്കട്ടെ എന്നാണ് ഇവർ പറയുന്നത്. ഇവിടെ ഞങ്ങളിത് ചെയ്യുമെന്ന് പറയാനുള്ള ധൈര്യം ഇല്ല. ഇതൊരു കുട്ടിക്കളി പോലെയാണ് അവർ കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ചൊക്കെ അവർ സംസാരിക്കുന്നത്. ഒരാളിതിനെ ഗൗരവത്തിൽ സംസാരിക്കുന്നില്ല. അപ്പോൾ ഒരു ഓൾട്ടർനേറ്റീവ് പദ്ധതി വെച്ചുകൊണ്ട് ഇതിനെ നേരിടുന്നത് BJP ആണ്. തീർച്ചയായിട്ടും ശരിയാണ്. അതിന് ഒരു അനുകൂലമായ ഒരു ചിന്താഗതി വോട്ടർമാരുടെ ഇടയിൽ നിന്നുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിവ് പോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ എൻ നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.